എൻ്റെ പേര് ആയിഷ ആരിസ്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ്. ഈ പഴം നിറച്ചതിന് വേണ്ടി ചേരുവകളാണ് ഞാനിപ്പം കാണിക്കുന്നത്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, കുറച്ച് 1/2 kg നെയ്യ്, ഏലക്കായ് പൊടിച്ചതുണ്ട്, പഞ്ചസാര, ആട്ടമാവ്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഇതിനെ ജോയിൻ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം. അത് നമുക്ക് പഞ്ചസാര ഒന്ന് കലങ്ങി എടുക്കാൻ വേണ്ടിയാണ്. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് മധുരം പോലെ എടുക്കാം കേട്ടോ. ഒരുപാട് മധുരം വേണ്ടെങ്കിൽ അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ മധുരം വേണമെങ്കിൽ അതിനാവശ്യത്തിനുള്ള മധുരം വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് നല്ലോണം കുറുകണം. വെള്ളം നല്ലോണം കുറുകുമ്പോൾ പഞ്ചസാര കുറച്ച് കട്ടിയായിട്ട് വരും, നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം 4 പ്രാവശ്യം. ഇനി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി ഒരു സ്മെല്ലിന്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് കിസ്മിസാണ്, കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. കുറച്ചിടുന്നുണ്ട്. പിന്നെ 1/2 kg, ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. 1/2 kg അങ്ങനെ വേണമെന്നില്ല. നമ്മളെ ഇതിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. കുറച്ച് നേരം തണിയണം, നാറണം, ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്കിനി പഴം ഒന്ന് നിറച്ചെടുക്കാം. ഇത് നമ്മളൊന്ന് കത്തി കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കുറച്ച് നീളത്തിൽ അടർത്തിയെടുക്കുക. അപ്പോഴാണ് നമുക്കിത് നിറക്കാൻ ശരിക്കും പറ്റത്തുള്ളൂ. നമ്മൾ തൊലി കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ഈ തയ്യാറാക്കിയ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് എടുത്ത് നമ്മൾ ഇതിലേക്ക് നിറച്ച് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താലാണ് ഇത് ടൈറ്റായി നിൽക്കുള്ളൂ. ഒരു മീഡിയം ചെറിയ നല്ല പഴുത്ത പഴം മതി. ഇത് കുറച്ച് വലിപ്പമുള്ള പഴമാണ്, പഴുപ്പും കുറവാണ്. അങ്ങനെ കുഴപ്പമൊന്നും വരില്ല, ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഇതിനൊന്ന് പാക്ക് ചെയ്യണം. ഇത് മൈദയാണ്, കുറച്ച് മൈദ അത് കുറച്ച് വെള്ളത്തിൽ കലക്കി പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഇനി നമ്മൾ അടുത്ത പാത്രം വെച്ച് ഗ്യാസ് കത്തിക്കണം. ഇത് നല്ലോണം ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളിതിനെ പാക്ക് ചെയ്യണം. ഇനി നമ്മളിത് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് നമ്മൾ ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.